നമസ്കാരം, കറിവേപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഐറ്റമാണ് ഡ്രൈ മാംഗോ പൗഡർ. ആംചൂർ പൗഡർ എന്നും പറയും. പച്ച മാങ്ങാപ്പൊടി, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈ മാംഗോ പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ കേരളത്തിൽ എത്ര പ്രാധാന്യം ഇല്ലെങ്കിലും നോർത്ത് ഇന്ത്യൻസിന് വളരെ പ്രധാനപ്പെട്ടതാണിത്. കറികൾക്കും പിന്നെ മറ്റ് പല ഫുഡ് ഐറ്റംസിനും ഫ്ലേവർ കൊടുക്കുന്നതും എന്നാൽ അതുപോലെ ഗുണമുള്ള പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഈ ആംചൂർ പൗഡർ അഥവാ മാങ്ങാപ്പൊടി. വീട്ടിലെ മാവിൽ നിന്ന് പറിച്ചതാണ്. ഈ ഒരു മാങ്ങ 680 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യമേ കഴുകി നന്നായിട്ട് തുടച്ച്, വെള്ളം പിന്നീട് തുടരുത്. അപ്പോൾ ഒന്ന് നല്ലൊരു പീലർ കൊണ്ട് ആദ്യത്തെ ഒരു ലെയർ പീൽ ചെയ്തങ്ങ് കളയണം, തോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ പീൽ ചെയ്തെടുത്താൽ മതി. നല്ല പീലറാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാം. ഇത് ഞാനിവിടെ ഉപയോഗിച്ച പീലർ ഇതാണ്. സാധാരണ എല്ലാ ഷോപ്പിലും കിട്ടുന്ന ടൈപ്പാണിത്. കണ്ടില്ലേ, ഇപ്പം എല്ലാം അതിൽ നിന്ന് വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് അതിൽ വന്നിട്ടുണ്ട്. വെള്ളം പിന്നീട് തുടരുതെന്ന് പറയുന്നത് ഇതിന് ഓൾറെഡി കുറച്ച് വെള്ളമയം ഉണ്ട്. നമ്മളിങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോഴേ അറിയാൻ പറ്റും. ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു മാങ്ങ എടുത്തത്. കൂടുതൽ ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ എടുക്കാം. ഇത് റിബൺ പോലെ ഇരിക്കുന്ന ഈ ഐറ്റം എല്ലാം 2 പാത്രത്തിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല വെയിലുള്ളപ്പോൾ ഇത് ഉണക്കാൻ വെക്കണം. ഒന്ന് മൂടി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം അത് എടുക്കുമ്പോഴേക്കും കണ്ടില്ലേ, അതിൻ്റെ മേൽഭാഗം മാത്രമേ ഉണങ്ങി കിട്ടുകയുള്ളൂ. നല്ല വെയിൽ കൊള്ളണം. നല്ല വെയിലുള്ളപ്പോഴേ ഇത് തുടങ്ങാവൂ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അടിവശം ഉണങ്ങിയിട്ടില്ല, കുറച്ചേ ഉണങ്ങിയിട്ടുള്ളൂ. ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. കൂടുതൽ മാങ്ങ ഉണക്കണമെങ്കിൽ നമ്മൾ തുണി വിരിച്ചിട്ട് അതിലിട്ടാലും മതി. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഈ ഡ്രൈ മാംഗോ പൗഡറിൻ്റെ ഉപയോഗങ്ങളെല്ലാം ഞാനിതിൻ്റെ അവസാനം പറയുന്നുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിൽ കൊള്ളും. രണ്ടും ഞാൻ ഒന്നിലോട്ടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം ഉണങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ അല്പം ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അഥവാ ക്രിസ്പി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടി ഉണക്കേണ്ടി വരും. നല്ല വെയിലില്ല എങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഈ കളർ കുറച്ചൊന്ന് മങ്ങിപ്പോകും കേട്ടോ. ഇപ്പം നല്ല നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ നല്ല ബേജ് കളറാണ്, ലൈറ്റ് ഒരു പിങ്ക് കളറാണിത്. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് ഒരു കറക്കിയതിന് ശേഷം ബാക്കിയെല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഫൈനായിട്ടുള്ള പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ നല്ല എയർ ടൈറ്റായിട്ടുള്ള ചെറിയ കുപ്പികളിൽ അടച്ചു വെച്ചാൽ വർഷം മുഴുവൻ നമുക്കിത് ഉപയോഗിക്കാം. മാങ്ങ ഇല്ലാത്ത സീസണിലും ഒക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളിപ്പുള്ളതും എന്നാൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. ഇതിന് ഒരു ചെറിയ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. അതെന്ത് മാങ്ങയുടെ അല്ല, പൊതുവേ ഒരു ഫ്ലേവറുണ്ട് ഇതിന്, ഒരു നല്ലൊരു ഫ്ലേവറാണിത്. പച്ചമാങ്ങ അവൈലബിൾ അല്ലാത്തപ്പോൾ നമുക്ക് ഈ പച്ചമാങ്ങയ്ക്ക് പകരം ഉണ്ടല്ലോ, മീനിൻ്റെ കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിനകത്ത് ഇടാം. പൊതുവേ എല്ലാ കറികളിലും ഇത് ചേരും, വെജിറ്റേറിയൻ കറികളിലും അതുപോലെ. പിന്നെ വാളംപുളി ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ നാരങ്ങയ്ക്ക് പകരം, നാരങ്ങ നീരൊഴിക്കുന്നതിന് പകരം ഈ പൊടി ഉപയോഗിക്കുക സാലഡിലൊക്കെ. ഈ ആംചൂർ പൗഡറിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അത് കൂടാതെ തന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ ഇ, കെ തുടങ്ങിയ എല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ് ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണെന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ഫ്ലേവറിങ് ഏജൻ്റായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സൂപ്പിൽ പിന്നെ എല്ലാ കറിയിലും ഇടാം. പുളിപ്പ് വേണ്ടുന്ന കറികളിലെല്ലാം നല്ല കോമ്പിനേഷനാണിത്. പിന്നെ ചമ്മന്തി ഉണ്ടാക്കുന്നതിലിടാം, അച്ചാർ ഉണ്ടാക്കുന്നതിലിടാം, പിന്നെ സാലഡിലിടാം. ഇതിപ്പോൾ ഞാനിവിടെ ബജി മുളകിനും അതുപോലെ കപ്പയ്ക്കൊക്കെ ഉപയോഗിക്കുന്നൊരു ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തിയിലോട്ട് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിതുപോലെ നമുക്കിതിനൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ പുളിക്ക് പകരം നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ സാലഡ് ഉണ്ടല്ലോ, വെജിറ്റബിൾ സാലഡ്, അതരിയുമ്പോൾ ഇതുപോലെ ഒരു 1 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ തൈര് ഒഴിക്കുന്നതിന് തുല്യമാണ്. നാരങ്ങ നീരൊക്കെ ഒഴിക്കുമല്ലോ. ഇതിപ്പോൾ സാധാരണ ഒരു ചമ്മന്തിയാണ്, ശകല ഇഞ്ചിയൊക്കെ ഇട്ട്. അതിൽ പുളിക്ക് പകരം ഞാൻ 1/2 ടീസ്പൂൺ മാംഗോ പൗഡർ ഇട്ടിട്ടുണ്ട്. ചോറിനുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ചമ്മന്തി കിട്ടും നമുക്ക് പുളിപ്പോട് കൂടി. അപ്പോൾ മാങ്ങയില്ല അവൈലബിൾ അല്ലാത്ത സമയത്ത് നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലാതെയോ സൂക്ഷിച്ച് വെച്ചാൽ, നനവില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നാളിത് കേടാകാതിരിക്കും. 1 വർഷം വരെയും നമുക്ക് ഉപയോഗിക്കാം. ഇത് നാരങ്ങാനീരിന് പകരമായിട്ട് ഷെയ്ക്സ്, സ്മൂത്തി അതിലൊക്കെ ഉപയോഗിക്കാം. 680 ഗ്രാമുള്ള ഒരു പച്ചമാങ്ങ എടുത്തപ്പോൾ എനിക്ക് 80 ഗ്രാംസോളം പൊടി കിട്ടിയായിരുന്നേ. അപ്പോൾ നമ്മൾ 1 കിലോ മാങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 125 ഗ്രാമോളം പൊടി കിട്ടും. അത് വളരെ കൂടുതലാണ്. നമുക്കിത് 1 സ്പൂണൊക്കെ മതി ഒരു പ്രാവശ്യം. ഇത് ഒരുപാട് നാളത്തേക്ക് വരും നമ്മൾ ഈ ഒരു വലിയ മാങ്ങ എടുത്താൽ തന്നെ ഉള്ളത്. അപ്പോൾ ഈ മാങ്ങ സീസണിൽ നല്ല വെയിലുള്ളപ്പം ഇതൊന്ന് പൊടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല ഉപകാരമുള്ളതാണിത്. ടിപ്സ് കാണാൻ മറക്കരുത്. ഇന്നത്തെ ടിപ്സിൽ ഞാൻ ആദ്യം കാണിക്കുന്നത്
ഞാൻ ഈ ആംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡർ എൻ്റെ കയ്യിൽ വാങ്ങിയത് ഒരെണ്ണം, ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നേ. അത് ഞാനൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ഞാനൊരു 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണിത്, കണ്ടില്ലേ? അതിൻ്റെ ആ ഫ്രഷ്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറൊരു കളറാണ് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കിയതായിട്ടുള്ള ഫ്രഷ് പൗഡർ, ഹോം മെയ്ഡ് പൗഡറും അതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇത് കണ്ടില്ലേ? ഇത് നല്ല ഒരു ഭസ്മം പോലെയാണ്, നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പോഴൊക്കെ അത്ര സോഫ്റ്റും ആയിട്ടുള്ളതാണ്. ചിക്കനും മീനും ഒക്കെ വറുക്കാനായിട്ടുള്ള മിക്സ് തയ്യാറാക്കുമ്പോൾ ഇത് അല്പം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അതിന്. ഉണ്ടല്ലേ? ഇതിങ്ങനെ ക്ലോസപ്പിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കണ്ടത് നല്ല ഒരു തരിയൊക്കെ ഉണ്ട് അതിന്, തരിയോടുകൂടിയാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്ലേവറും വേറെന്തോ ഒരു ഫ്ലേവറാണ് അതിന്. പൊതുവേ അത് എങ്ങനെയാണ് അവർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നല്ല പുളിപ്പുണ്ട്. മീൻകറിയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് നല്ല, അങ്ങനെയല്ല, നല്ല ഫ്രഷ് മണവും പിന്നെ ഭസ്മം പോലെയാണ് അതിരിക്കുന്നത്. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് എനിക്ക് തോന്നുന്നു 96 അങ്ങനെ എത്ര രൂപയായിരുന്നു. ഇനി അടുത്ത് ഞാൻ കാണിക്കുന്നത് എന്താണ്, ഈ ഒരു മാങ്ങ എങ്ങനെ നമുക്ക് പച്ച മാങ്ങ ഇതുപോലെ 1 വർഷം വരെയൊക്കെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന്, അത് പ്രിസർവ് ചെയ്ത് വയ്ക്കുക. വേറെ ഒന്നും നമ്മൾ ചേർക്കണ്ട. എയർ ടൈറ്റ് ആയിട്ടുള്ള സിപ്പ് ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 10-11 മാസത്തോളം ആയതാണ്. അതിൻ്റെ ടേസ്റ്റിനോ അതിൻ്റെ ടെക്സ്ചറിനോ ഒന്നും ഒരു വ്യത്യാസമല്ല. നമ്മൾ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് മാങ്ങ സീസണുള്ളപ്പോൾ വാങ്ങിച്ച് വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് വയ്ക്കാം. അപ്പം ഞാനിത് മീനിലിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഉണക്കച്ചമ്മേനും മാങ്ങയും കൂടെ ഒരു തോരൻ വയ്ക്കുമല്ലോ, ആ കറിയിലിട്ടിട്ടുണ്ട്. അപ്പം അത് വെന്ത് കഴിഞ്ഞാൽ ഇത് ഫ്രഷ് ടേസ്റ്റാണ്. അത് നമ്മൾ ആ ചെയ്യുന്ന ഒറിജിനലി ഇടുന്ന അതേ ടേസ്റ്റ് തോന്നും. ഇത് ഐസ് ആയിട്ട് ഇരിക്കുമെന്നേ ഉള്ളൂ, അതിൻ്റെ സ്കിന്നിനും ചെറിയൊരു ഇതുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല. ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഈ 1 വർഷം വരെ വെച്ചേക്കുന്നത്. ഇതുപോലെ ഞാൻ യൂട്യൂബിൽ ഇവിടെ കണ്ടതാണിത്. അപ്പോൾ അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് കഴിഞ്ഞ മാങ്ങ സീസണിൽ. കണ്ടില്ലേ? ആ മാങ്ങയുടെ ടെക്സ്ചർ പോലും ഒരു വ്യത്യാസവും ഇല്ല. ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സിപ്ലോക്ക് കവർ ഞാൻ കാണിച്ചല്ലോ, ഈ മാങ്ങ ഇട്ട് വെച്ചിരുന്നത്, ആ കവറിൻ്റെ കാര്യമാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഒന്ന് വാങ്ങിയതാണ്. അപ്പോൾ 3 സൈസിലുള്ളതാണ് ഇതിൻ്റെ ഈ വാങ്ങിയത്. അതായത് 1 ലിറ്ററിൻ്റെ, പിന്നെ 1/2 ലിറ്ററിൻ്റെ, പിന്നെ 150 ml. അതിൽ ഞാൻ ആ വലുതിലാണ് ഈ മാങ്ങ ഞാൻ ഇട്ട് വെച്ചത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അതിന് നമുക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള ഐറ്റമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഇച്ചിരി ലൂസായിട്ടുള്ളതോ എന്തെങ്കിലും കറിയോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കഴുകാനായിട്ടും അതിനെ ക്ലീൻ ചെയ്യാൻ വലിയ പാടാണിത്. അപ്പോൾ അതാ കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു വീതിയുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് അകത്തോട്ടൊക്കെ ഇരിപ്പുണ്ട്. അത് അവിടെയൊക്കെ എന്തെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കഴുകാൻ വലിയ പാടാണ്, കൈയിടാനും ബുദ്ധിമുട്ടാണ്. ഏറ്റവും വലുതിൻ്റെ പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനിത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ആ ചെറുതൊന്നും ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം എനിക്കിത് അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെയുള്ള ട്രാവലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ കൊള്ളാം എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. 339 രൂപയായിരുന്നു ഇതിൻ്റെ വില. അപ്പോൾ 5 എണ്ണം വീതമുള്ള 3 സൈസിൽ 15 എണ്ണം ഉണ്ടായിരുന്നു. വാങ്ങിയിട്ട് കുറേ നാളുകളായി, പക്ഷേ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ. 399 രൂപ. എല്ലാം നല്ല സെറ്റ് ഓഫ് 15 ഐറ്റംസാണ്. ഇതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കാമെന്നൊക്കെ ഇതൊക്കെ അവരുടെ അഡ്വർടൈസ്മെൻറ്റാണ്. അപ്പം നമ്മുടെ ഈ ഡ്രൈ മാംഗോ പൗഡർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രയോജനപ്പെടുന്നതുമാണ്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടും. നമുക്കത് പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുമേ. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിത് വർഷങ്ങളോളം സൂക്ഷിച്ച് വെച്ചിട്ട് മാങ്ങ ഇല്ലാത്ത സീസണിൽ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം. ക്ഷമയോടെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു.